എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലുണ്ടല്ലോ അത് ആസ്വദിച്ച് ചെയ്യണം. എൻ്റെ ഒരു അനുഭവം അതാ. കാരണം അല്ലെങ്കിൽ നമുക്ക് മടുപ്പും ക്ഷീണവും തളർച്ചയും വിരസതയും ഒക്കെ ഉണ്ടാവും. കുറേ ദിവസമായിട്ടേ ഒരു ബാഗ് വാങ്ങണം എന്ന് വിചാരിക്കണം. അപ്പോൾ ഞാൻ എന്ത് വാങ്ങണം എന്നുണ്ടെങ്കിലും ആദ്യം കുറ്റിപ്പുറത്തെ മോഡേണിലാണ് പോവുക. അവിടെ ഒരു ബാഗ് വാങ്ങാൻ പോയി. ചെന്നപ്പോൾ കുറേ ബാഗുകൾ. കുട്ടിക്കാലം മുതലേ അങ്ങനെയാണ്. ഒരു കടയിൽ എന്തെങ്കിലും സാധനം വാങ്ങാൻ പോയി അവിടുത്തെ എല്ലാ സാധനങ്ങളും എനിക്ക് വേണം തോന്നും. വേണ്ടുന്നതും വേണ്ടാത്തതും ഒക്കെ എടുത്തിട്ട് കയ്യിലൊക്കെ വെച്ച് നോക്കും. അവസാനം ഏതെങ്കിലും ഒന്ന് എടുത്തിട്ട് പോകും. അതാ പതിവ്. എന്നാലും നമുക്ക് തന്നെ ഇടയ്ക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങാൻ പോകുമ്പോൾ അതിനൊരു സന്തോഷമുണ്ട്. അങ്ങനെ ബാഗ് വാങ്ങാൻ കുറ്റിപ്പുറത്ത് പോയി. ഇതേ കിടക്കുന്നു താഴെ ബാഗ്. അങ്ങനെ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളാണ്. ഇതൊക്കെ ഇങ്ങനെ ഓർമ്മ വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ചാനലൊക്കെ ഉണ്ടാകുമ്പോൾ അതൊക്കെ നമുക്ക് രേഖപ്പെടുത്തി വെക്കാനൊരു ഇടമുണ്ട്. എല്ലാം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ കുറേ ബാഗുകളുണ്ട്. സൈഡ് ബാഗുണ്ട്, ബാക്കിലിടുന്ന ബാഗുണ്ട്, പലതരം ബാഗുകളുണ്ട്. എന്നാലും വാങ്ങിയാലും വാങ്ങിയില്ലെങ്കിലും എല്ലാം ഒന്ന് എടുത്തു നോക്കും. അതങ്ങനെ കുട്ടിക്കാലം മുതൽ ഒരു രസമാണത്, ഒരു കൗതുകമാണ്. കാരണം കുട്ടിക്കാലത്ത് ഇതെല്ലാം വാങ്ങാനുള്ള കാശൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഓരോ കടയിലും പോയിട്ട് ഇങ്ങനെ കൊതിയോടുകൂടി നോക്കി നിന്നിട്ടുണ്ട്. നമ്മുടെ അച്ഛന് അങ്ങനെ വാങ്ങിത്തരാനുള്ളൊരു കാശില്ലാത്ത ആളായിരുന്നത് കൊണ്ടും അപ്പോൾ അച്ഛൻ്റെ അവസ്ഥ നമുക്ക് അറിയാവുന്നത് കൊണ്ടും നമ്മളതെല്ലാം പോയി ഇങ്ങനെ നോക്കി നിൽക്കും. ഇപ്പോൾ നമുക്ക് അത്യാവശ്യത്തിന് നമ്മുടെ സാധനങ്ങൾ വാങ്ങാൻ നമ്മുടെ കയ്യിൽ തന്നെ പൈസ ഉണ്ടാകുന്ന സമയത്ത് അപ്പോൾ ഇതൊക്കെ ഓർമ്മ വരും. നമ്മൾ അന്ന് പോയി എങ്ങനെ വിഷമിച്ച് നിന്നിരുന്ന കാര്യമൊക്കെ ഓർമ്മ വരും. അന്ന് അച്ഛൻ നമുക്ക് സാധനങ്ങൾ വാങ്ങിത്തരാൻ എന്തുമാത്രം ബുദ്ധിമുട്ടിയിട്ടുണ്ടാവും എന്നുള്ളത് ഇപ്പോൾ ഓരോ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പോയി നിൽക്കുമ്പോൾ നമുക്കത് ഓർമ്മ വരും കേട്ടോ. അപ്പോൾ എനിക്ക് സങ്കടം വരും. എന്നാലും ചെയ്യുന്ന ഓരോ കാര്യങ്ങളും സന്തോഷമായിട്ട് ചെയ്യണം, ഹാപ്പി ആയിട്ട് ചെയ്യണം. അപ്പോൾ നമുക്കത് ആസ്വദിക്കാൻ കഴിയും. അത് മറ്റൊരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനാണെങ്കിലും നമുക്ക് തന്നെ വാങ്ങാനാണെങ്കിലും. അപ്പോൾ ബാഗ് വാങ്ങി ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക്? ദിവസമായിട്ട് ബാഗ് ബാഗ് പറ്റ മോശം അവസ്ഥയിലായിരുന്നു. അങ്ങനെ ഇന്ന് നമ്മുടെ മോഡേണിൽ ഒന്ന് ഇവിടെ ബാഗിൻ്റെ ഒക്കെ നല്ല കളക്ഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ കണ്ടോ അതേ മോഡേൺ ഓക്കെ.